മാളികപ്പുറം എപ്പോഴും ഒരു ഭയങ്കര ടോപ്പ് നോച്ച് ഹൈ പോയിന്റ് ആണെങ്കിലും ഒരു വേറൊരു വിഷമം കിടക്കുന്നുണ്ട്. തെറിവിളി പാടിയാമായിരുന്നു. ഞാൻ ആ വീൽ ചെയറിൽ നിന്ന് അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൈഫിന്റെ വേറൊരു പെർസ്പെക്റ്റീവ് എന്താണെന്ന്. സാധാരണ ഒരു സിനിമയുടെ ഒരു സ്ട്രെസ് എനിക്കില്ല ഈ പടത്തിൽ. റിലീസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എൻ്റെ പൊതുവെ സിനിമകൾ ഇപ്പോൾ റിലീസാകുമ്പോൾ മൊത്തം വിവാദങ്ങളും ടെൻഷനും പറയും. അപ്പൊ എന്റെ സക്സസ് എനിക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു പ്രാന്തൻ വില്ലനായിരുന്നു പടത്തില്, ബാത്റൂമിലൊക്കെ കയറി കുളിച്ചിട്ട്. ഒരു കഥയ്ക്ക് ഇന്ന നടൻ മാത്രമേ കറക്റ്റ് ഒന്നും അങ്ങനെയൊന്നുമില്ല. ഒരു യൂട്യൂബർ, ഒരു ഓൺലൈൻ ചെയ്യുന്ന ആള് ഇതൊരു അജണ്ട സിനിമയാണെന്നും RSS ഫണ്ടഡ് സിനിമയാണ്, ഞാൻ എൻ്റെ വീട് പണയം വെച്ച് എടുത്ത സിനിമ, കൈവിട്ടു പോകുന്ന പേടിച്ചായിരുന്നോ? മലയാളത്തിലെ സൂപ്പർ ഹീറോസിൽ ഒരാളാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു സോ മച്ച്. ഉണ്ണിയെ കണ്ടാൽ അറിയാം എന്ന് പറയുന്ന പഴഞ്ചൊല്ല് കേട്ടില്ലേ? അതുപോലെ ഉണ്ണിയെ കണ്ടാൽ അറിയാം ജയഗണേഷ് സൂപ്പർ ഹീറോ പടം ആണെന്ന്. ആണോ? ഞാൻ യെസ് എന്നൊന്നും പറയില്ല. ബിക്കോസ് ഐ തിങ്ക് ഈ ഒരു ചോദ്യം നമ്മൾ ടീസർ വിട്ടത് മുതൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ടീസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ക്യൂരിയോസിറ്റി സിനിമയെ കുറിച്ച് ഉണ്ടാക്കുക, അത് ഉണ്ടായിട്ടുണ്ട്. ശരി, ജയഗണേഷിന്റെ സൂപ്പർ പവേഴ്സ് എന്തൊക്കെയാണ്? ജയഗണേഷിന്റെ സൂപ്പർ പവേഴ്സ്, പവർ എന്താണ്? സൂപ്പർ ഹീറോ ആകുമ്പോ പവർ ഉണ്ടാവുമല്ലോ. സൂപ്പർ ഹീറോ ആണെന്ന് ഉറപ്പിക്കുക, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പൊ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലാണല്ലോ സിനിമ കാണുന്നത്. ഇപ്പൊ നിങ്ങളൊരു സിനിമയുടെ റിവ്യൂ വരുമ്പോൾ എങ്ങനെയാണ് വരിക? എനിക്ക് ഇങ്ങനെ തോന്നി, അങ്ങനെ തോന്നിയെന്നല്ലേ. ഞാനിപ്പോ എല്ലാം അങ്ങനെ എടുക്കാൻ ആഗ്രഹിച്ചു. എനിക്ക് അങ്ങനെ തോന്നി, ശരി എനിക്ക് ഇങ്ങനെ തോന്നി, ശരി. സോ ഐ കാൻറ്റ് കമന്റ് ആക്ച്വലി. ഓക്കെ. ഇപ്പം മാളികപ്പുറത്തിന് ശേഷം ഒരു വർഷത്തിന്റെ ഗ്യാപ്പിന് ശേഷമാണ് UMF അല്ലെ ഒരു പടം എടുക്കുന്നത്, ഉണ്ണി അതിൽ അഭിനയിക്കുന്നത്. അപ്പോ ഒരു സ്ക്രിപ്റ്റ് റീഡിംഗ് ടീം ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് വായിക്കായിരുന്നു കേട്ട്. ആ പ്രോസസ് എന്താണ്? നിങ്ങളുടെ ടീമിനെ പറ്റി പറ. ആക്ച്വലി എന്റെ ടീം എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 or 3 ആൾക്കാരുണ്ട്. ഞാനുമായിട്ട് ഒരു സിമിലാരിറ്റി ഇല്ലാത്ത ടേസ്റ്റ് ഉള്ള ആൾക്കാരാ പ്രൈമറിലി. അപ്പോൾ അവർക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്യില്ല, ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ 2 ഡിഫറെന്റ് ആയി പോകും. വ്യക്തിപരമായിട്ടേ സംവർ ഇൻ ദ മിഡിൽ ആയിരിക്കണം, അങ്ങനെ പിടിക്കുള്ളൂ. അതെന്റെ രീതിയാണ്. ആൻഡ് പിന്നെ അതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ പ്രൈമറിലി നമുക്ക് കഥ ഇഷ്ടപ്പെടണം. എൻ്റെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ക്രിപ്റ്റ് റീഡിങ്ങിൽ തന്നെ yes or no ആവേണ്ടതാണ്. ഈ കൺഫ്യൂഷൻ വരുന്ന ചില സാഹചര്യത്തിൽ മാത്രം ഞാനൊന്ന് എക്സ്കലേറ്റ് ചെയ്യും. ലൈക്ക് വൈ ഡോണ്ട് യു ഹാവ് എ റീഡ്, ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കൂ. പിന്നെ ജെന്യുവിനായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് അവരും. ലൈക്ക് ഞാനിങ്ങനെ ആൾക്കാരെ, എസ്പെഷ്യലി റൈറ്റേഴ്സിനെ ഞാൻ അങ്ങനെ വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ലൈക്ക് ടു കീപ് ഇറ്റ് വെരി ഈസി ഫോർ ദം. ഞാൻ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം 23 എനിക്കൊരു പടം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഐ തോട്ട് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് ആൻഡ് എന്റർടൈൻമെന്റ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് എന്റർടൈൻമെന്റ് ഇസ് അഗൈൻ ഒരു സ്പെക്കുലേഷൻസ് ആണ്, എങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാൻ അടിസ്ഥാനപരമായിട്ട് സിനിമേനെ ഒരു മോഡ് ഓഫ് എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം കാണുന്ന ആളാണ്. അപ്പൊ അതിലൂടെ ജീവിതം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ലൈഫിൽ എന്തൊക്കെയാ തെറ്റും ശരി കണ്ടുപിടിക്കാനൊന്നും ഞാൻ ഐ ഡോണ്ട് ഗീവ് ദം ദാറ്റ് തിങ്. അതിന് ഐ തിങ്ക് നല്ല പുസ്തകങ്ങളും സൗഹൃദം ഒക്കെ ഉണ്ടായാൽ മതി. സിനിമ കംപ്ലീറ്റ്ലി ഫോർ എന്റർടൈൻമെന്റ് ആണ്. ഈ സ്ക്രിപ്റ്റ് റീഡിംഗ് ടീം സിനിമാക്കാർ തന്നെയാണോ അതോ ഉണ്ണിയുടെ ഒരു സ്റ്റേജ് അനുസരിച്ചിട്ടാണ്? ഇപ്പൊ എനിക്ക് ആദ്യത്തെ ലൂപ്പിൽ എന്റെ കൂടെ നിൽക്കുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്, ഹു അണ്ടർസ്റ്റാൻഡ് ദി ഡൈനാമിക്സ് ഓഫ് ഫിലിം. ഇപ്പൊ നിങ്ങൾ റാഫി പടത്തിൽ അഭിനയിച്ചില്ലേ? പടത്തിന്റെ ഒരു ഭാഗം ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ RJs ഒക്കെ ഇതിൽ നിന്നിട്ടുണ്ട്. അപ്പൊ വന്നപ്പോ തന്നെ നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞു, എനിക്കിങ്ങനെ ആടി പറയണമെന്ന് പറ്റിയില്ല. ബിക്കോസ് സിനിമ ഇസ് വെരി ടെക്നിക്കൽ ഓൾസോ. അപ്പൊ അത് മനസ്സിലാക്കുന്ന ചില ആൾക്കാർ ആദ്യം വായിക്കും. സെക്കൻഡ് സ്റ്റേജിൽ അവരും നമുക്കൊരു അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു ബന്ധമില്ലാത്ത എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് വായിക്കാൻ കൊടുക്കും. ആൻഡ് കീപ്പിംഗ് ദി എന്താ പറയുക, ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ്. ഇങ്ങനെ പൂർണ്ണമായിട്ട് ഫ്ലോട്ട് ചെയ്യാന്നല്ല, വളരെ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറ്. ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ എനിക്ക് വർക്കായില്ലെങ്കിൽ പിന്നെ വർക്കായില്ല. ട്രെയിലർ ഇറങ്ങിയപ്പം അതുപോലെ ടീസർ ഇറങ്ങിയപ്പോഴൊക്കെ ഇതിൽ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും വലിയ ഹൈപ്പ് പവർ എന്താണ്, പിന്നെ ഇതിന്റെ സൂപ്പർ ഹീറോയുടെ കോസ്റ്റ്യൂം എന്തായിരിക്കും എന്നൊക്കെ ആയിരിക്കും. ഇതൊന്നും ഇതിലില്ല, അത് പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തേക്കുന്നതാണ്. ഐ മീൻ നിങ്ങളുടെ ചോദ്യം സൂപ്പർ ഹീറോനെ കുറിച്ചാകുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല, അല്ലെങ്കിൽ അത് അഡ്രസ് ചെയ്യാനും പറ്റില്ല. ഐ ഫീൽ ദാറ്റ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ സിനിമയുടെ ഇമോഷനാണ്. ഈ സിനിമ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ ഡെപ്ത് ഓഫ് ദി ക്യാരക്ടേഴ്സ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അതിലൂടെ ഞാൻ
ജീവിതം ഒരുപാട് പഠിച്ചു എന്ന് പറയാം. ഒരു സിനിമ നമ്മളെങ്ങനെയൊക്കെയാണ് ദാറ്റ് ഈസ് നമ്മുടെ ചുറ്റുവട്ടത്ത് എത്രയോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ഉണ്ടെന്നും ഞാൻ അവരെ ഇതുവരെ ഞാൻ മൈൻഡ് ചെയ്തില്ല. സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെതായ കാര്യങ്ങൾ നോക്കി നടന്നു പോകുന്നു. അങ്ങനെ ഞാൻ ആ വീൽ ചെയറിൽ നിന്ന് അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൈഫിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവ് എന്താണെന്ന്. ലൈക്ക് വാസ് ക്വൈറ്റ് ഹാഷ്. ഐ മീൻ എനിക്ക് കുറച്ച് ആദ്യത്തെ 2-3 ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇറ്റ് ഹിറ്റ് മീ റിയലി ഹാർഡ്. എന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ പെട്ടെന്ന് നമുക്കൊന്ന് പോകണമെന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും നടക്കില്ല. ദർ ഇസ് നത്തിങ് ഓൾ പെട്ടെന്ന് ഇൻ ലൈഫ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈക്ക് ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഞാൻ എല്ലാവരോടും ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് പറയുമ്പോൾ ആരും കേൾക്കുന്നില്ല. ബിക്കോസ് നമ്മൾ വി ആർ സോ അറ്റ്യൂൺ ടു ഈ നമ്മൾ സ്ട്രൈറ്റ് നിന്ന് സംസാരിച്ചിട്ട് നമ്മുടെ താഴെ നിന്ന് വരുമ്പോൾ കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ആ ദേഷ്യം ഫ്രസ്ട്രേഷനായി മാറിയപ്പോൾ മഹിമ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ലെന്ന്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തു. സോ ഇമാജിൻ ലൈഫിൽ ഇനി വേറെ അതായത് സീരിയസ് ആയ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് ഒരു സിനിമയിലൂടെ മനസ്സിലാക്കേണ്ടി വന്നെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബാഡ്. ബട്ട് അഗെയിൻ എല്ലാത്തിനും ഒരു നിമിത്തം ഉണ്ടാവും. ആൻഡ് ഞാൻ ഐ എം മോർ ഓഫ് എനിക്ക് ബെറ്റർ പേഴ്സൺ ഔട്ട് ഓഫ് ജയഗണേഷ്. പടം കഴിഞ്ഞപ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ടുണ്ടായി ക്യാരക്ടറുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഈ സിനിമയിൽ മുഴുനീളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ക്യാരക്ടർ ആസ് എ പെർഫോമർ ഓൾസോ എനിക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു സിനിമ കാണുമ്പോൾ ഐ എം എ വെരി സെൽഫ് ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ കുഡ് ഹാവ് ബീൻ ബെറ്റർ അല്ലെങ്കിൽ അതെനിക്ക് പല ഉണ്ട്. ബട്ട് ഇൻ ജനറൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. ഞാൻ ഓൾറെഡി എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ബിസിനസ് ഡീൽസിന് വേണ്ടിയൊക്കെ സംസാരിച്ച് വന്നപ്പോൾ വളരെ പോസിറ്റീവായ ഫീഡ്ബാക്ക് കിട്ടി. ദാറ്റ്സ് വൈ ഐ എം ലൈക്ക് ഇപ്പോൾ സാധാരണ ഒരു സിനിമയുടെ ഒരു സ്ട്രെസ് എനിക്കില്ല ഈ പടത്തിൽ. ഐ മീൻ യു നോ ദാറ്റ് യു ഡൺ സംതിങ് ഗുഡ് ആൻഡ് നൗ ഇറ്റ്സ് ജസ്റ്റ് എ ഫോർമാലിറ്റി. ആ റിലീസ് വരുമ്പോൾ അത് എനിക്ക് ഇത്തവണ എനിക്ക് റിലീസ് എൻജോയ് ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് എൻ്റെ പൊതുവേ സിനിമകൾ ഇപ്പോൾ റിലീസാകുമ്പോൾ മൊത്തം വിവാദങ്ങളും ടെൻഷനും പറയും. അപ്പോൾ എൻ്റെ സക്സസ് എനിക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദിസ് ടൈം ഐ വുഡ് ലൈക്ക് ടു ലൈക്ക് ജസ്റ്റ് എൻജോയ് ദ സക്സസ് വിച്ച് ഇസ് അബൌട്ട് ടു ഹാപ്പൻ. ഐ മീൻ സോ ഗ്രേറ്റ്, സൂപ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൂപ്പർ ഹീറോയുടെ ലുക്കും ഇതും എങ്ങനെയാണെന്ന് എവിടെയും കാണിക്കുന്നില്ല. പക്ഷെ ഒരു ടീഷർട്ടിൽ ഞാനൊരു ഇമേജ് കണ്ട്, ഉണ്ണി ഇട്ടേക്കുന്ന ഒരു ടീഷർട്ടിൽ. അത് തന്നെയാണോ ജയഗണേഷ്? അല്ല, അല്ലെങ്കിൽ അത് ഇടൂലല്ലോ. ഒന്നും ഇല്ലാന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാനത് ക്യാരി ചെയ്ത സാധനമായതുകൊണ്ട് ഡെഫിനറ്റ്ലി ആ പ്രൊജക്റ്റിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ ലെറ്റ്സ് സീ. സൂപ്പർമാൻ ഫാൻ അല്ലേ? ഞാൻ സൂപ്പർമാൻ എത്ര വലിയ സൂപ്പർമാൻ ഫാനാണ്? ഭയങ്കര ഫാനാണ്. ഐ റിയലി അപ്രീഷിയേറ്റ്. എനിക്ക് സൂപ്പർമാനിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും പവർഫുൾ പൊസിഷനിൽ നിൽക്കുമ്പോഴും ഏറ്റവും ഹംബിളായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോ സൂപ്പർമാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ആ കയ്യിൽ ഒരു പവർ ഉണ്ട് എന്ന് ഉള്ളൊരു അഹങ്കാരം ആൻഡ് ചെറിയൊരു അറഗൻസ് ഉണ്ട്. സൂപ്പർമാനിന് മാത്രം അതില്ല ആസ് എ ക്യാരക്ടർ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനൊരു പടം ആഗ്രഹിച്ചിരുന്നോ? ഇങ്ങനെ ഒരു ക്യാരക്ടർ സൂപ്പർ ഹീറോ മൂവീസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പാരലലി വേറൊരു സിനിമ നടക്കുന്നുണ്ട്, ഗന്ധർവ ജൂനിയർ എന്ന് പറയുന്നത്, വിച്ച് ഈസ് പീക്ക് ഓഫ് ദി ഗെയിം ആയിരിക്കും. ലൈക്ക് അത് ഞങ്ങൾ അതിൻ്റെ ടീസർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ VFX ഇസ് ലൈക്ക് ടോപ്പ് നോച്ച്. അപ്പോൾ അത് ഞാൻ വെരി എക്സൈറ്റഡ്. ആ സിനിമ അതിൻ്റെ ഒരു ടീസർ പുറത്ത് വിടാൻ ഞാൻ വെയിറ്റ് ചെയ്യണം. ടീസറായിട്ടല്ല, അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഒരു വലിയൊരു സാധനമാണ് വരാൻ പോകുന്നത്. ഇറ്റ് വിൽ നെവർ ബി എ ടീസർ തിങ്. വി ആർ കോളിംഗ് ഇറ്റ് ദ വേൾഡ് ഓഫ് ഗന്ധർവാസ്. അപ്പോൾ ഒരു വലിയൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാൻ. അതൊരു പാർട്ട് 1 യൂണിവേഴ്സ് ആണ്. ഗന്ധർവ യൂണിവേഴ്സ് എന്ന് പറയാൻ പറ്റും. ഗന്ധർവ യൂണിവേഴ്സ് എന്ന് പറയാം. ജയഗണേശക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നോ? ട്രാൻസ്ഫോർമേഷൻ ഇൻ ടേംസ് ഓഫ്, ഞാനിപ്പോ ഗന്ധർവയുടെ ഷൂട്ട് നടക്കായിരുന്നു. ഞാൻ ഒരു തമിഴ് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഗരുഡൻ. അപ്പോൾ രഞ്ജിത്തിന് ഞാൻ പറഞ്ഞു, രഞ്ജിത്ത് എനിക്കിങ്ങനെ മുടി കട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഞാനിങ്ങനെ സ്റ്റക്കാണ് ഇൻ ബിറ്റ്വീൻ പ്രൊജക്ട്സ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ, ഇല്ല, ഈ ക്യാരക്ടറിൻ്റെ മെൻ്റൽ സ്പേസിൽ അയാളിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒരുങ്ങാനും അല്ലെങ്കിൽ ഒതുക്കി നടക്കാനുള്ള സ്പേസിലല്ല. അപ്പോൾ ഞാൻ പറയാം, അങ്ങനെ പാത്തുമായിട്ട് പിടിക്കണമെന്ന്. ഇല്ല, യു ലുക്ക് ഗുഡ് ഇങ്ങനെ ലോങ് ഹെയറിൽ, ബട്ട് വിൽ ഗിവ് എ ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓൾസോ. എല്ലാം ഹാപ്പിയും എല്ലാം സാഡല്ല. സോ ആ ലുക്ക് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് ലുക്ക് തന്നെ നമുക്ക് സിനിമയിൽ ക്യാരക്ടർ എഴുതി വന്നപ്പോൾ ഫീൽ ചെയ്തു.
ഈ 4-10 ദിവസം ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് 5 കിലോ വെയിറ്റ് അങ്ങ് കൂടിയത്. ഓട്ടോമാറ്റിക്കലി വെയിറ്റ് കൂടി പോയി. ബിക്കോസ് ആക്ടിവിറ്റി ലെവൽ കുറവാണ്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്താൽ ഇങ്ങനെ വീൽ ചെയറിൽ നിന്ന് ജീവിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ബേസിക്കലി ഫുഡ് ഇൻടേക്ക് ഷുഡ് ബി വെരി വെരി കൺട്രോൾഡ്. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ ഒരു നല്ലൊരു സദ്യ അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് കഴിച്ചാൽ അവർക്ക് വെയിറ്റ് ഭയങ്കര പുട്ടാണ് ചെയ്യും. ബിക്കോസ് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വി ഷുഡ് ബി വെരി കെയർഫുൾ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് സോ വി ആർ ഗിവിങ് ഔട്ട് 100 വീൽ ചെയർസ് ആക്ച്വലി. അത് ഞാൻ അന്ന് സിനിമ ഷൂട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്നെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്ത ഒരു സംഭവമാണ്. ഇനി സിനിമ വിജയിച്ചിട്ട് ചെയ്യേണ്ടതല്ല. ഞാൻ പറഞ്ഞ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലേറ്റായിട്ട് പഠിക്കുവാണെങ്കിലും ഇറ്റ്സ് എ വെരി എന്താ പറയുക, ഞാൻ സിമ്പതൈസ് ചെയ്യില്ല. ബിക്കോസ് എനിക്ക് ഇവർ ഭയങ്കര ടഫായ ആൾക്കാരായിട്ട് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് നമുക്കെല്ലാം ഉണ്ടായിട്ട് കരച്ചിലും എനിക്ക് ഒന്നും നടക്കുന്നില്ല എന്ന് പറയാം. പക്ഷേ ഐ നെവർ സീൻ ദീസ് പീപ്പിൾ കം ഔട്ട് ആൻഡ് അതിനെ ഒരു സിമ്പത്തി ലൈൻ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വിച്ച് ഇസ് എ വെരി സ്ട്രോങ് മെൻ്റൽ ആസ്പെക്ട്. ദാറ്റ് ഈസ് സൊസൈറ്റി തന്നെ ഡിസൈൻ ആൻഡ് എൻജിനീയർഡ് ഫോർ പീപ്പിൾ ലൈക്ക് അസ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ എൻ്റെ സിനിമയിൽ ഷൂട്ട് ഞാൻ ഒരു വീട്ടിൽ കയറാൻ പോയപ്പോൾ ഒരു വീട് കയറുമ്പോൾ ചെറിയൊരു ബമ്പ് ഉണ്ടാവില്ലേ, അതിൽ തട്ടി ഞാൻ വീട്ടിലായിരുന്നു. ആ പടിക്ക് അത് ആ ഡിസൈനിന്റെ പ്രശ്നമാണ്. ആ ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീടെല്ലാം അങ്ങനെ സ്റ്റെപ്പ് കയറ്റി മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ അതിൽ ഇവരെങ്ങനെ മുകളിൽ പോകും, എല്ലായിടത്തും ലിഫ്റ്റ് ഉണ്ടാവില്ല. സോ ആ ലൈഫ് ഈസ് നോട്ട് ഈസി. അപ്പം അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അങ്ങനെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ബോഡി ട്രാൻസ്ഫോംഡ് ആയിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, രഞ്ജിത്തിന് ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ഭയങ്കര സ്ട്രോങ് ഷോൾഡേഴ്സും കൈകൾക്ക് പവറുള്ള ഒരാൾ ഈ കഥാപാത്രം ചെയ്താൽ കൺവിൻസിങ് ആവുന്നു. അത് വൺ ഓഫ് ദ റീസൺ ആയിരുന്നു ഈ സിനിമ എന്നിലേക്ക് എത്താൻ. ബിക്കോസ് ഈ ക്യാരക്ടറിൻ്റെ ഒരു കോൺഫിഡൻസ് അതിലുണ്ട്. ബിക്കോസ് ഈ ഫുൾ ടൈം ഈ വീൽ ചെയർ ഇങ്ങനെ ചെയ്യുമ്പോൾ വി വാണ്ടഡ് സംവൺ ഹു ലുക്സ് സ്ട്രോങ്, പവർ ഉണ്ടാവണത്. അപ്പോൾ അങ്ങനെ ഇനി കയ്യിലായിരിക്കുമല്ലേ ഇനിയിപ്പോൾ മാജിക്, അങ്ങനെ ആവൂലേ? കയ്യിലായിരിക്കും പവർ അല്ലേ? സൂപ്പർ ഹീറോയുടെ ജയഗണേശിന്റെ പവർ കയ്യിലായിരിക്കും. ഉണ്ണി പടത്തിനനുസരിച്ച് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് തോന്നുമ്പോഴും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഭയങ്കര ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് ഇടാറുണ്ട്, നല്ല വയറൊക്കെ ഉണ്ടാവും, പിന്നെ 6 pack 8 pack ഒക്കെ ആവും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻ ജനറൽ ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് ഫിറ്റായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് എനിക്ക് 6 pack വേണമെന്ന്. ബട്ട് അതൊരു ഫിറ്റ്നസിന്റെ പീക്ക് കാണിക്കുക. 6 packഉം ഇങ്ങനെ ഭയങ്കര ഹാർഷ് ഡയറ്റും ഒക്കെ ചെയ്തിട്ടല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ സത്യം പറഞ്ഞാൽ എൻ്റെ മെറ്റാബോളിസം വെന്റ് വാസ് സോ ലോ ദാറ്റ് കഴിഞ്ഞ 1.5 വർഷത്തിൽ എനിക്ക് 3 കിലോ മാത്രമേ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാൻ നോക്കി. ഞാൻ മസിൽ അങ്ങനെ തന്നെ എൻ്റെ അപ്പോൾ അതിൻ്റെതായ നമ്മൾ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. ഏത് തരം ഭക്ഷണങ്ങൾ കഴിക്കണം, ഏത് രീതിയിൽ എത്ര മണിക്ക് ഉറങ്ങണം, എങ്ങനെ ഫുഡ് കഴിക്കണം. സോ അതെല്ലാം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഒരു 50-ാം വയസ്സിലും ഏകദേശം ഞാൻ Rafi, I'll be like something like this only. Oh, wow. പൊളി. ഈ മെറ്റബോളിസം കുറഞ്ഞ പിന്നെ കുറയുന്ന ഫാറ്റ് ലോസ് ഒക്കെ കുറഞ്ഞു പോകും. മെറ്റബോളിസം എന്ന് വെച്ചാൽ ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കാതെ വരിക, സ്ട്രെസ് കൂടുക. അപ്പൊ എനിക്ക് കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഇയർ വാസ് നോട്ട് വെരി സ്മൂത്ത് ആക്ച്വലി. അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബിൽഡ് ഉണ്ടാവും, പക്ഷെ നമ്മളിങ്ങനെ ടയർഡ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. ലാസ്റ്റ് ഇയർ ഈ ഷൂട്ട് കൊണ്ടാണോ? ഇല്ല, എൻ്റെ സിനിമകൾ റിലീസ് ആകുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ്സും കാര്യങ്ങളും ഇങ്ങനെ ബാധിച്ചിരുന്നു അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഓവറോൾ നടന്ന സംഭവങ്ങളാണോ സ്ട്രെസ്സിലേക്ക്? ഒബ്വിയസ്ലി ഇത് എല്ലാം ഊഹാബോധങ്ങളെ പുറത്ത് ചുമ്മാ മൈക്ക് എടുത്തിട്ട് എല്ലാവരും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓക്കെ സിനിമാ നടൻ ആണ്, പക്ഷെ അതിന് ഉപരി ഞാനൊരു മനുഷ്യൻ കൂടിയാണ്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വീട്ടുകാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പിന്നെ എൻ്റെ ചുറ്റും ജോലിക്കാരുണ്ട്. ഇവരെല്ലാവരും നമ്മളോട് ഞാൻ എത്ര പേരെ ഇഗ്നോർ ചെയ്തിട്ട് ജീവിക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരാൾ ഇത് ചർച്ചയിലിടും, ഞാൻ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യും, പിന്നെ ഒരു പോയിന്റ് ഇല്ലാതെ ഇറ്റ് ഡ്രെയിൻസ് ഔട്ട് സംടൈംസ്. പിന്നെ അതിൻ്റെ എക്സേഷനാണ് പല സ്ഥലത്തും നമ്മൾ ഔട്ട് ബേസ്റ്റ് ആയിട്ട് വരിക. ആൻഡ് യു ഡോണ്ട് ലൈക്ക് ടു കം അക്രോസ് എസ് ലൈക്ക് ദാറ്റ്. ഹൂ വിൽ ലൈക്ക് ടു? എല്ലാവർക്കും ഒരു സാനിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 10 വർഷം എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് ഒരു പുറത്തോട്ട് എല്ലാം വിവാദങ്ങൾ, പ്രൊപ്പഗണ്ട, അത് ഇത് വലിയ ഹാർഷ് വേർഡ്സ് ആണ് ഞാൻ ഫേസ് ചെയ്തത് മെന്റലി. സോ ഐ ഗ്രൂ ആസ് എ ഇൻഡിവിജ്വൽ. ഞാൻ പറയട്ടെ, ഒരു ജയഗണേശ് എന്ന സിനിമ എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഈ വിവാദങ്ങളും അല്ലെങ്കിൽ സോക്കാൾ വിവാദം എന്ന് പറഞ്ഞാൽ എന്താണ്, ചുമ്മാ ഓരോ ന്യൂസിൽ നമ്മുടെ ഫേസ് ഇട്ട് വിടുക എന്നല്ലാതെ അതിനൊരു ഫിനിഷിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ക്ലാരിറ്റി ഒരുപാട് കൊടുത്തു.
ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും കൂളായിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് അതങ്ങ് വാഷ് ഔട്ടായി. ഇപ്പം അതൊരു മെമ്മറി ആയിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവം നടന്നിട്ടാണ്. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ടു ഫൊർഗെറ്റ് ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു മോശം കാര്യം ഞാൻ മറക്കാറില്ല. അത് നല്ലതാണോ? നല്ലതെന്ന് വെച്ചാൽ എനിക്കൊരു ഓൾവേസ് റിമൈൻഡർ ദാറ്റ് ഞാൻ ഇതൊക്കെ അതിജീവിച്ച് വന്ന ആളാണെന്ന്. ഇറ്റ് ഗീവ്സ് മീ എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ ടേംസ് ഓഫ് എങ്ങനെ ലൈഫിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഇത്രയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ഗീവ്സ് യു ദാറ്റ് ഇറ്റ് ലൈക്ക് ഇപ്പോൾ ഒരു വെയിറ്റ് ലോസിനെ കുറിച്ച് തന്നെ പറയാം. ഒരു തവണ 6 pack അടിച്ച ആൾക്ക് അടുത്ത തവണ എനി ടൈം 6 pack അടിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടാവും. ബിക്കോസ് യു നോ ദാറ്റ് യു ഹവ് ബീൻ ദാറ്റ്. ആ വഴി അറിയാം, ഇങ്ങനെ ചെയ്താൽ ഇത് ഇങ്ങനെ ആവുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വെയിറ്റ് ലോസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഐ ക്യാൻ ഡു ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. ചിലപ്പോൾ പ്രോസസ്സ് കുറച്ച് ടഫായിരിക്കും ബിക്കോസ് ഓഫ് ഏജിങ് ആൻഡ് അതർ സ്റ്റഫ്. ബട്ട് സോ ഫാർ സോ ഗുഡ്, കുഴപ്പമില്ല. അപ്പൊ ഇത് ഓവർകം ചെയ്തോ? കഴിഞ്ഞ ഒരു കൊല്ലം ഉണ്ടായിരുന്ന പിന്നെ ഇതൊക്കെ എൻ്റെ സിസ്റ്റത്തിലില്ല. ഞാൻ ആ മൊമെന്റിൽ ഓവർകം ചെയ്താ, പക്ഷെ ഓവർകം ചെയ്യുന്ന രീതി ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞേ. എൻ്റെ ഒരു കാര്യം എന്നെ പ്രൊലോങ് ചെയ്തതിനെ ചേസ് ചെയ്യാറില്ല. വാട്ട് ഐ എം ട്രൈങ് ടു സേ ദാറ്റ് ഞാനിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ മൈക്കിന് മുന്നിൽ വന്നപ്പോൾ എന്നോട് ആൾക്കാർ ഇത് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണെന്നേ ഉള്ളൂ. ഇത് അന്നേ ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പറഞ്ഞു തീർന്നേനെ. തിങ് ഈസ് ദാറ്റ് ഹൗ ഐ ഡിഡ് ഇറ്റ് വാസ് എന്നെ ഇത്ര എഫക്ട് ചെയ്തല്ലോ ഇത്. വെൻ യു ലുക്ക് ബാക്ക് അത്ര എഫക്ട് ചെയ്യുന്നു വിചാരിച്ചില്ല. ഒരുത്തനെ വിളിച്ച് ഇങ്ങനെ തെറി വിളിച്ച് കളഞ്ഞാലോ എന്ന്. തിങ് ഈസ് ദാറ്റ് ഇത് പബ്ലിക് ഡൊമൈനിൽ ലീക്കായി പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, അയ്യോ ഒരു സിനിമാ നടൻ ഇങ്ങനെയൊക്കെ തെറി പറഞ്ഞല്ലോ എന്ന് കേൾക്കേണ്ടി വന്നു. ബട്ട് പിന്നെ ഇതിന്റെ 2 സൈഡ് ആൾക്കാർ മനസ്സിലാകുമ്പോൾ ഇറ്റ്സ് ഫെയർ ആണ്. സമപ്രായക്കാരല്ലേ അങ്ങോട്ട്. നമുക്ക് മാർക്കോസിലേക്ക് വരാം. മാർക്കോസിന്റെ സ്പിൻ ഓഫ് വരുന്നു പോസ്റ്റേഴ്സ്. മിഖായിലിന്റെ ക്യാരക്ടറായ മാർക്കോസിന്റെ സ്പിൻ ഓഫ് വരുന്നത്. അപ്പോൾ സീരീസ് ആണോ? ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. വി ഓൾറെഡി ഹാവ് ദ സ്ക്രിപ്റ്റ് ഇൻ ഹാൻഡ്. അപ്പോൾ ഇത് ഫസ്റ്റ് റിലീസ് ആയിട്ടതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്കിലായിരിക്കും എല്ലാം നിൽക്കുക. ബട്ട് ഓൾ ദ ഇത് മലയാളം കണ്ട ഏറ്റവും വയലന്റ് മൂവി ആയിരിക്കും. മലയാളത്തിലെ ഏറ്റവും വയലന്റ്. I don't think anybody is even planning. സീരീസിനുള്ള സ്ക്രിപ്റ്റ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. മാർച്ച് 3-ാം തീയതി, മെയ് 3-ാം തീയതി വി വിൽ സ്റ്റാർട്ട് ഷൂട്ടിംഗ് മാർക്കോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മസിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് സ്ലോ. മാർക്കോനെ എല്ലാവർക്കും അറിയുമെന്നാണ് വിചാരിക്കുന്നത്. അവന് ഓൾറെഡി ഒരു ഭ്രാന്ത് പിടിച്ച ക്യാരക്ടറാണ്. അപ്പോൾ അയാളൊരു വില്ലനായിരുന്നു. അപ്പൊ വില്ലന്റെ ഹീറോയിസം എങ്ങനെയായിരിക്കും കാണിക്കാനുള്ള അപ്പൊ ഹീറോ ആയിട്ടാണ് പുള്ളിനെ പ്രൊജക്ട് ചെയ്യുന്നത്. സോ അയാൾക്ക് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മിഖായിലും പുള്ളിയുടെ മദർ ക്യാരക്ടർ പറയുമ്പോഴാണ് പുള്ളി ഇതിലൊക്കെ ഇൻവോൾവ് ആവുന്നത്. സോ ഫോർ ഹീസ് എ ഫാമിലി മാൻ എന്ന രീതിയിലാണ്. അപ്പൊ അയാളുടെ പെർസ്പെക്റ്റീവില് ഫാമിലിയിലൊരു ഇഷ്യൂ ഒന്നുണ്ടായി, അയാൾ അതിൽ ഇൻവോൾവ് ആയി. ഇതും നമ്മൾ സംതിങ് ഓഫ് ദാറ്റ് സോർട്ട് തന്നെയാണ് നോക്കുന്നത്. ഒരു പ്രാന്തൻ വില്ലനായിരുന്നു പടത്തില്. ബാത്റൂമിലൊക്കെ കയറി കുളിച്ചിട്ട് അതെന്തായിരുന്നു ആ പരിപാടി? അത് സ്ക്രിപ്റ്റിലുള്ളതായിരുന്നു? എല്ലാം സ്ക്രിപ്റ്റഡ് തന്നെയാണ്. അത് ഹനീഫ് അദീനി എന്ന ഡയറക്ടർ റൈറ്ററിന്റെ ഒരു സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ ആണ്. വിച്ച് ഐ ലൈക്ക്. ഇറ്റ് വാസ് വെരി ഗുഡ്. ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഞാൻ ഒരു ഹനീഫ് എന്നെ ഇങ്ങനെ നിക്കറിട്ടിട്ട് ഇതെല്ലാം വർക്കാവുണ്ടി എന്ന് പറഞ്ഞു. പിന്നെ എന്റെ പോർഷൻ ഒരുപാട് എഡിറ്റഡ് ആയിരുന്നു അതിൽ. ബട്ട് സോ ഐ ന്യൂ മാർക്കോയ്ക്ക് ഒരു ലൈഫ് ഉണ്ടെന്ന് ആ ക്യാരക്ടറിന്. ഇവൻച്വലി 5-6 വർഷങ്ങൾക്ക് ശേഷം നമുക്കത് സിനിമയായിട്ട് തന്നെ വരുന്നു. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. OTT പ്ലാറ്റ്ഫോംസ് ആയോ? OTT-ലാണോ വരിക? ഇല്ല, ഇത് തിയേറ്ററിൽ. ഞാൻ എന്റെ എല്ലാ സിനിമ തിയേറ്റർ മനസ്സിലാക്കി. സീരീസ് ആണെന്ന് പറഞ്ഞു. ആ സീരീസ് അല്ല, ഇത് മാർക്കോടെ 1, 2, 3 ആയിട്ട് സിനിമ സീരീസ് ആണ്. ഇത് വെബ് സീരീസ് അല്ല. നോ. ഞാൻ ഇപ്പോഴും OTT അങ്ങനെയൊന്നും മനസ്സിൽ കാണുന്നില്ല. എൻ്റെ ലക്ഷ്യം, ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടത്, ഞാൻ സിനിമയിൽ എത്തിപ്പെട്ടത് എല്ലാം സിനിമ തിയേറ്ററിൽ കണ്ടിട്ടാ. എൻ്റെ എല്ലാ സിനിമകളും തിയേറ്ററിൽ റിലീസായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ടാർഗറ്റഡ് ഫോർ ദി audiences that like a movie experience in the theaters. OTT നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടാണ് ഇൻ ടേംസ് ഓഫ് കുറച്ചും കൂടി ബിസിനസ് ഉണ്ട്, വൈഡർ ഓഡിയൻസിലേക്ക് സിനിമ എത്തും. അത് ഓക്കെ. അത് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഈ അടുത്തായിട്ട് വന്നതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കാൻ നോക്കുന്നു. ഞാനും അതിൽ ഒരാളാണ്. പ്രൊഡ്യൂസർ ഉണ്ണിമുകുന്ദനെ കുറിച്ച് പറഞ്ഞു നമുക്ക്. ഞാനൊരു നല്ല പ്രൊഡ്യൂസറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല പ്രൊഡ്യൂസർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാ? നല്ല പ്രൊഡ്യൂസർക്ക് വേണ്ട ക്വാളിറ്റി എന്ന് വെച്ചാൽ ആക്ച്വലി കയ്യിൽ പൈസ ഉണ്ടാവണം, മെയിൻ. എൻ്റെ ഒരു നല്ല സിനിമ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. പിന്നെ ടീമിനെ ടീമായിട്ട് കാണാൻ പറ്റണം. ആൻഡ് ദെൻ സിനിമയെ ലാസ്റ്റ് വരെ സപ്പോർട്ട് ചെയ്യണം. ബിസിനസ്സായിട്ട് ഓടി പോകാൻ പാടില്ല.
അപ്പോൾ പിന്നെ ബിസിനസ് മാത്രം കണ്ടിട്ട് സിനിമ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകാൻ പാടില്ല. ചില സമയത്ത് യു ഹാവ് ടു ടേക്ക് ദോസ് ബിഗ് സ്റ്റെപ്സ്. അപ്പോൾ ഇതെല്ലാം എന്നിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിഗ് സ്റ്റെപ്സ് എന്താ? ബിഗ് സ്റ്റെപ്സ് ലൈക്ക് ചിലപ്പോൾ ഒരു കഥയ്ക്ക് ഒരു കഥ കഥയായിരിക്കും, ഭയങ്കര ന്യൂ തോട്ട്. അപ്പോൾ അത് ചിലപ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. പിന്നെ ചിലപ്പോൾ അതിന് ബഡ്ജറ്റും ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ബാക്ക് ആൻ ഐഡിയ എന്ന് പറയുമല്ലോ, ടീമിനൊക്കെ. പിന്നെ അതിന് ഇപ്പോൾ മാർക്കറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതൊക്കെ ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ടാവണം. ചുമ്മാ അങ്ങനെ പറയണേ. ഇപ്പോൾ സിനിമയെ സപ്പോർട്ട് ചെയ്യാനുള്ളതും പുതിയ സിനിമകളെ പുതിയ ടെക്നീഷ്യൻസിനെ ട്രൈ ഔട്ട് ചെയ്യാനുള്ള, ഇപ്പോൾ സ്റ്റാർസിനെ വെച്ച് മാത്രം സിനിമ എടുക്കുന്നതും ഞാൻ അത്രയും ഹെൽത്തി ഒരു അപ്രോച്ചായിട്ട് ഞാൻ കാണാറില്ല. ബിക്കോസ് ഇഫ് യു ഡോണ്ട് ഹാവ് ന്യൂ പീപ്പിൾ കമ്മിങ് ഇൻ, അപ്പോൾ ഫ്രഷ്നെസ് എവിടെയായിരിക്കും? പിന്നെ ഈ പഴയ ആൾക്കാർക്ക് തന്നെ പുതിയത് കണ്ടെത്തേണ്ടി വരും. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ദാറ്റ് പാരലലി നിങ്ങൾ പുതിയ ടാലന്റിനെ സ്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. വെച്ച് എനിക്ക് UMF അങ്ങനെ ഒരു പുതിയ ആൾക്കാരെ വെച്ച് പടം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കേൾക്കുന്ന പുതിയ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാം? നമുക്ക് വെബ്സൈറ്റിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം ഉണ്ട്. UMFന്റെ ഇതിൽ കയറിയാൽ മതി. ഓക്കെ. ഇതില് പ്രൊഡ്യൂസർ തന്നെ അഭിനയിക്കുമ്പോൾ ഹൗ ഡു യു ഹാൻഡിൽ, എങ്ങനെ മാനേജ് ചെയ്യും? കോൺഫിഡന്റ് ആക്ച്വലി. ഞാൻ പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര എനിക്ക് എല്ലാം അറിയാം. നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്പേസിൽ നമ്മൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കംഫർട്ട് വേറെയാ. ഇറ്റ് വിൽ കോസ്റ്റ് യു സം മണി, ബിക്കോസ് പൈസ ഇറക്കിയാൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് ആക്ച്വലി. അപ്പോൾ മേപ്പടിയാനിൽ തുടങ്ങിയതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എൻ്റെ ഇറങ്ങിയ എല്ലാ സിനിമകളിലും എനിക്ക് ഓട്ടോമാറ്റിക് ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഇതിൽ വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഞാൻ ഉണ്ണിയുടെ ചില സിനിമകൾ പറയും, അതായത് സിനിമാക്കാരനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നതാണ് കരിയറിൽ. നമുക്ക് ഫസ്റ്റ് പടത്തിൽ തുടങ്ങാം. 2011 സീഡം, അങ്ങനെ പ്രൊണൗൺസ് ചെയ്യാം. സീഡൻ എന്നെ എങ്ങനെ ഇമ്പാക്ട് ചെയ്തു? എനിക്കൊരു സിനിമാക്കാരൻ നൽകി. സിനിമാക്കാരനൊന്നും ഞാൻ ഇപ്പോഴും ആയിട്ടില്ല. സിനിമാക്കാരൻ എന്ന രീതിയിൽ കരിയറിൽ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കി? ഇൻ ദാറ്റ് സെൻസ് ഓക്കെ. എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു. എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. തമിഴ് അറിയാത്ത ഭാഷ ഞാൻ പഠിച്ച് പെർഫോം ചെയ്തു. ഗുഡ് ഓർ ബാഡ് അല്ല, വളരെ പോസിറ്റീവായിട്ട്. അതിനുശേഷം എനിക്ക് ആ സിനിമ കണ്ടിട്ട് എനിക്ക് ഒരു അടുത്ത സിനിമ, എൻ്റെ എല്ലാ സിനിമകളും എനിക്ക് റിലീസായ സിനിമയുടെ പെർഫോമൻസിൻ്റെ ബേസിസിലാണ് കിട്ടിയേക്കണേ. ഞാനങ്ങനെ ഇപ്പോൾ ഞാൻ ഒരുപാട് നടന്മാർ പറയുന്നത് കേട്ട് ഞാനിങ്ങനെ ചാൻസ് ചോദിച്ചു നടന്നു. ഞാനങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ കിട്ടാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നോട്ട് ഡിസർവിങ്. ഞാൻ ഈ പറയുന്ന ആൾക്കാർ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ വലിയ വലിയ ആൾക്കാരായിരുന്നു. നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ഒരു പടം കിട്ടി. ആ പടത്തിൽ വർക്ക് കണ്ടപ്പോൾ വേറെ ആളെ വിളിച്ചു. അപ്പോൾ അറ്റ് എ ടൈം ഒരു സിനിമ കിട്ടിയാൽ മതി എന്ന് വിശ്വസിച്ച ആളായിരുന്നു ഞാൻ. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് കുറച്ച് ആൾക്കാർ പെൻഡിങ്ങിൽ വെച്ചേക്കണേ. ഞാൻ പിന്നെ അവരോട് പിന്നെ പറയും എൻ്റെ ഈ 3-4 പടങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇനി ഞാൻ അടുത്തത് എടുക്കുന്നുള്ളൂന്നായി. ബിക്കോസ് എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ വെയിറ്റിംഗ് ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. ബിക്കോസ് അവരുടെ പ്രൈം ടൈം ഒരു ആക്ടറിന് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ടതല്ല. വേറെ ആളെ പടം ചെയ്യും എന്നത്രേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ണിമുതൻ ചെയ്താൽ മാത്രം നന്നാവുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കിട്ടുന്ന സാധനം ഞാൻ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും. ബട്ട് ദർ ആർ പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു വെയിറ്റ്. ബട്ട് പേഴ്സണലി ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ വെരി ഹെൽത്തി. അത് അവരുടെ കോൺഫിഡൻസിൽ എനിക്ക് കോൺഫിഡൻസ് പോവും. ഒരു കഥയ്ക്ക് ഇന്ന നടൻ മാത്രമേ കറക്റ്റ് ഒന്നും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും ഫൈനൽ പ്രൊഡക്റ്റ് കണ്ടിട്ടാണ് തീരുമാനം വരിക. അതിന് മുന്നേ സിനിമ തുടങ്ങി സ്റ്റാർട്ട്സ് വെരി ഏർലി. അപ്പോൾ ഏത് ആക്ടറിനും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ അയാൾ നന്നായിട്ട് ചെയ്യാൻ തന്നെയാണല്ലോ നോക്കുക. പിന്നെ ഇതെല്ലാം തീരുമാനങ്ങളൊക്കെ വെരി ഡിപ്പെൻഡൻ്റ് ഓൺ മാർക്കറ്റ്. ടു മെനി തിങ്സ്. ടാലൻറ്റ് ബേസ്ഡ് മാത്രം ഡിസിഷൻ അല്ല സിനിമയിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നു എനിബഡി ക്യാൻ ആക്ട്. ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. തീർച്ചയായിട്ടും. ഓക്കെ. മല്ലു സിംഗ് പോസിറ്റീവായിട്ട് തന്നെയാണ്. ഞാൻ റിയലൈസ് ചെയ്ത് ഭയങ്കര ലേറ്റാണ്. ഞാനിങ്ങനെ പിണങ്ങി പോയ സമയമായിരുന്നു. ആ പടം കഴിഞ്ഞിട്ട് ഞാൻ പിണങ്ങി ഗുജറാത്തിൽ പോയാൽ മതി. സൗണ്ട് മാറ്റിയത് എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാക്കിയ കാര്യമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനായിരുന്നു ബെസ്റ്റ് ചെയ്തതെന്ന്. പിന്നെ XYZ റീസൺസ് ആൻഡ് ഞാൻ വിചാരിച്ചു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സിനിമയിൽ അഭിനയിക്കാനായിരുന്നു. അത് മല്ലു സിംഗിൻ്റെ 4ാമത്തെ 5ാമത്തെ സിനിമയാണ്. 5 സിനിമ ചെയ്തു കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞ് ഞാൻ പോയി.
ഇത്ര നിർത്തി. പിന്നെ 9 മാസം കഴിഞ്ഞിട്ട് ബി ഉണ്ണികൃഷ്ണൻ ചേട്ടനും പിന്നെ മല്ലു സിംഗ് സിനിമയുടെ റൈറ്റർ എന്നെ തിരിച്ച് ഗുജറാത്തിൽ വിളിച്ച് നീ ഇങ്ങോട്ട് വാ, നിന്റെ പ്രശ്നം എന്താണ്, നിന്റെ പടം ഇവിടെ ഭയങ്കര ഹിറ്റായി. ഞാൻ ഹിറ്റായ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവിടെ മല്ലു സിംഗ് എന്നാണ് ആൾക്കാർ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതെന്ത് പറ്റി. ഓക്കെ, അടുത്ത പടത്തിലേക്കോ. വിക്രമാദിത്യൻ സിനിമയിലാണ് ഞാൻ ഉറപ്പിച്ചത് ഞാൻ നടനായിട്ട് മുന്നോട്ട് പോകുന്നു. അതുവരെ ഇങ്ങനെ ഓക്കെ ചെയ്യുന്നില്ല. ആ സമയത്ത് ഞാൻ ലാൽ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറാന്ന്. അഭിനയം നിർത്താൻ. അതെ, അപ്പൊ 4 ദിവസം വരെ ഞങ്ങളുടെ ഡിസ്കഷൻ തന്നെയായിരുന്നു. ദുൽഖറിന്റെ പോർഷൻ ഷൂട്ട് ചെയ്യല്ലേ, നിങ്ങൾ വേറെ ആളെ വെച്ച് പടം ഷൂട്ട് ചെയ്യും. അപ്പൊ ഞാൻ അനുപമേനൻ ചേട്ടൻ പിന്നെ ലാൽ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോ പുള്ളി ചോദിച്ചു നിന്റെ നാളെന്ന് ചോദിച്ചു. ഞാൻ ഒരു പൂരം. ഈ പൂരം നക്ഷത്രക്കാർക്ക് മൊത്തത്തിൽ ഇങ്ങനെയാണെന്ന് എപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷൻ. അപ്പോൾ അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ചേട്ടൻ ഏതാ, ഞാനും പൂരം. നീ വെയിറ്റ് ചെയ്യാന്ന് പറയും. സോ അങ്ങനെ മസാലി സംഭവിച്ചു. ലാൽ ചേട്ടൻ എന്നെ ആദ്യമായിട്ട് മസാലി വിളിച്ചത്. ശരി, പിന്നീട് സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്തത്. അടിപൊളി. പക്ഷെ ഈ പടമാണ് കോൺഫിഡൻസ് തന്നത് ആസ് ആൻ ആക്ടർ, കണ്ടിന്യൂ ആസ് ആൻ ആക്ടർ. ഓക്കെ, ഒരു മെമ്മറി പറയുകയാണെങ്കിൽ കേൾട്ടൻ 10 നല്ലൊരു ആസ് ആൻ ആക്ടർ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തന്ന സിനിമയാണ്. ബിക്കോസ് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ പറയുന്നുണ്ട്. ഞാൻ ഈ വിക്രമാദിത്യൻ എന്ന സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര മസ്കുലറായിട്ട് നിൽക്കുന്ന സമയത്ത് മോസിൻ, ഞാൻ വേറൊരു പടം ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞ് ഡിസാസ്റ്റർ മൂവി, അപ്പോൾ അതിൽ ഏടിയായിരുന്നു പുള്ളി. അപ്പോൾ പറഞ്ഞു മോസിൻ, അപ്പോൾ ഈ മോസിൻ പരാരി. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് നിവിൻ പോളി അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ ചെയ്യേണ്ട സിനിമയാണ്. ഞാൻ ഭയങ്കര ജാക്കറ്റപ്പ് ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇനി എനിക്ക് മസിലൊന്നും കളയാൻ വയ്യ, അല്ല നീ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മലപ്പുറം ഭാഷ പഠിച്ച് അവൻ്റെ കൂടെ കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഐ ഫെൽ ദാറ്റ് ഐ ഷുഡ് ബി ട്രൈങ് ഓഫ് ദിസ് തിങ്. അപ്പോൾ എനിക്ക് തോന്നി ഈ മലപ്പുറം സ്ലാങ്ങിൽ വരുന്ന സിനിമകളുടെ ഒരു തുടക്കം വെച്ചത് കേൾട്ടൻ പത്താണ്. സോ അത് അന്ന് കുറേ പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ബട്ട് ഐ എം വെരി ഹാപ്പി ദാറ്റ് അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് ഗുഡ്. ജനതാ ഗാരേജ് പ്യോർലി ലാൽ സാറിൻ്റെ മകനായിട്ട് അഭിനയിക്കാനുള്ളൊരു അവസരം എന്ന് പറയുമ്പോൾ ചെയ്ത സിനിമയാണ്. എനിക്ക് തെലുങ്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പോയപ്പോൾ എനിക്ക് അവരോട് ഭയങ്കര മര്യാദ തോന്നി. പക്ഷെ ആ സിനിമ ചെയ്തതിൻ്റെ മെയിൻ കാരണം ലാൽ സാറിൻ്റെ ഒപ്പം എനിക്ക് മലയാളത്തിലൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഇടിയോട്ട് സിനിമ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരി, അവിടെ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ലാഡൻ പറഞ്ഞു എൻ്റെ ഫസ്റ്റ് പടം ഇതാണെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫസ്റ്റ് പടം ഇതാണോ, എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേരുടെയും ഒരുമിച്ച് ആഘോഷിക്കാം അങ്ങനെ ചെയ്തത്. ഓക്കെ, മേപ്പടിയാൻ എൻ്റെ ജീവിതം മാറ്റിമറിച്ച സിനിമയാണ്. അവിടുന്ന് പിന്നെ മൊത്തത്തിൽ ഞാൻ പ്രൊഡ്യൂസറായി. ഇന്നത്തെ ഉണ്ണിയായെന്ന് പറയാൻ പറ്റുമോ? വ്യക്തിപരമായിട്ട് ഒരുപാട് എനിക്ക് അതിനെ ചുരുക്കി പറയാൻ പറ്റില്ല. ടു മെനി തിങ്സ് ആൻഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നാഷണൽ അവാർഡ് വിന്നിങ് കമ്പനിയെ മാറി. ടു മെനി തിങ്സ്. ഐ മീൻ എനിക്ക് പറയാൻ ഒരു 30-40 കാര്യങ്ങളുണ്ട്. അതിൽ നല്ലതെന്ന് വെച്ചാൽ ഒരു പുതിയൊരു സംവിധായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. അയാൾ നാഷണൽ അവാർഡ് വിന്നറായി മാറുന്നു. ആ സിനിമയുടെ ഇടയിലാണ് എനിക്ക് ഇ ഡി റെയ്ഡ് വരുന്നത്. അതൊന്നും മറക്കാൻ പറ്റില്ല ലൈഫിൽ. പിന്നെ അതിനെ സംബന്ധിച്ചുണ്ടായ റാഫി ദേ 100 ഓഫ് തിങ്സ് 100. ഞാനിതിൽ പുറമേ ഉണ്ടായ ഇഷ്യൂസൊന്നും കൂട്ടുന്നു പോലുമില്ല. ബിക്കോസ് എൻ്റെ ശ്രദ്ധ ആ സമയത്ത് മൊത്തത്തിൽ എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിരുന്നു. ആൻഡ് അവിടെയാണ് എനിക്ക് തോന്നിയത് ഈ ഒരു യൂട്യൂബർ, ഒരു ഓൺലൈൻ ചെയ്യുന്ന ആൾ ഇതൊരു അജണ്ട സിനിമയാണെന്നും RSS ഫണ്ടഡ് സിനിമയാണ്, ഞാൻ എൻ്റെ വീട് പണയം വെച്ച് എടുത്ത സിനിമയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ഇതെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നവർ. അപ്പോൾ ഇയാളോട് ഞാൻ നേരിട്ട് അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് പുള്ളിയുടെ ലാംഗ്വേജ് ഒക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ആക്ച്വലി ഐ വാസ് കൈൻഡ് ഓഫ് ഫോണ്ട് ഓഫ് ഹിം ആക്ച്വലി. ഞാനിങ്ങനെ റിവ്യൂ നോക്കുന്ന ആളല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ കൊള്ളാം ഇഷ്ടമായിരുന്നു ആ റിവ്യൂവർ. പിന്നെ മനസ്സിലായി ഇയാൾ പൊളിറ്റിക്കലി ഡ്രിവൻ ആണെന്ന്. പുള്ളിയുടെ പൊളിറ്റിക്സ് ഉണ്ട്, അത് പുള്ളിയുടെ എല്ലാ റിവ്യൂസിലും വരാൻ തുടങ്ങി. അതിൽ പിന്നെ പുള്ളി ഇതിൽ പൊളിറ്റിക്കൽ ആംഗിളിൽ സംസാരിച്ച് കണ്ടുപിടിച്ച് വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് തെറ്റി പുള്ളിയുടെ. പുള്ളി ഡിലീറ്റ് ചെയ്ത ഒറ്റ വീഡിയോ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്ന് വെച്ചാൽ അത് പിന്നെ ഒരു ഈഗോ പ്രശ്നമാണ് മൊത്തത്തിൽ. ഒരാൾ ഇൻവോൾവ് ആയിട്ട് അത് ചെയ്ത് ഇങ്ങനെയായി മാറ്റിയതാണെന്ന് പറയും. പക്ഷെ ഞാൻ അങ്ങനെ അതൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവർക്ക് നമ്മുടെ ലൈഫ് അറിയില്ല, ഒരു സിനിമ സംഭവിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഊഹാബോധങ്ങൾ ഞാൻ പറയുന്നത് കറങ്ങി തിരിഞ്ഞതല്ല മോണിറ്റൈസേഷൻ, അവരുടെ റവന്യൂ, ദേ ഹാവ് ടു മേക്ക് എ ലിവിങ് എന്നൊക്കെ എല്ലാവരും ഇവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അതാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാനും വിട്ടു. ഓക്കെ, വാട്ടർ ബീറ്റ്. ഇതിപ്പോൾ ആർക്കും ഒന്നും വലിയ സംഭവമൊന്നും ഉണ്ടാവില്ല. ഒരു കാലത്ത് ഒരു ഇഷ്യൂ ഉണ്ടായി, അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്ന് തീർന്നു എന്ന് മാത്രം. ബട്ട് മേപ്പടിയാൻ ആ സിനിമ എനിക്ക് വിഷ്ണുവിൻ്റെ നല്ല സുഹൃത്തിനെ കിട്ടി. ആൻഡ് എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഇസ് സ്കൈ ഹൈ. എനിക്ക് എന്തും ചെയ്യാൻ പറ്റുന്നൊരു തോന്നലായി. ഈ ഫീൽഡിൽ വലിയ പിടിപാടൊന്നും ഇല്ലാതെ ഒരാൾക്ക് സിനിമകൾ ചെയ്യാം
ഇഷ്ടമുള്ള സിനിമ ചെയ്യാം, വിജയിക്കാം, ആൻഡ് അതിനുവേണ്ടി ഒരു ഓണസ്റ്റി ഇൻ ടേംസ് ഓഫ് യുവർ വർക്ക് ഉണ്ടായാൽ മതി എന്ന് തെളിയിച്ച സിനിമയാണ് മേപ്പടയാൻ എന്നെ സംബന്ധിച്ച്. പിന്നെ എനിക്ക് ആ കഥാപാത്രം പൂർണ്ണതയിലേക്ക് എത്തിയത് എൻ്റെ അച്ഛൻ പോഡിയത്തിൽ കയറിയിട്ട് നാഷണൽ അവാർഡ് മേടിച്ചപ്പോഴാണ് എന്നെ സംബന്ധിച്ച് മേപ്പടയാൻ അവസാനിച്ചത്. ആ പടത്തിലെ ക്യാരക്ടർ ഉണ്ടല്ലോ ജയകൃഷ്ണൻ, അച്ഛനാണെന്ന് റിയൽ ലൈഫിൽ എൻ്റെ അച്ഛനാ. സോ ഇറ്റ് വാസ് വെരി ഹാപ്പി എൻഡിങ് ഫോർ മീ. വീട് പണയം വെച്ചെടുത്ത പടമാണ് അത്. അവസാനം അച്ഛൻ കയറി നാഷണൽ അവാർഡ് വാങ്ങിയപ്പോഴാണ് അതിന്റെ ഒരു കൾമിനേഷനിൽ എത്തിയത്. തീർച്ചയായിട്ടും. സോ ലൈക്ക് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ കുറേ കാര്യങ്ങളാണ്. ഐ സ്റ്റാർട്ടഡ് ടു ടേക്ക് തിങ്സ് വെരി പേഴ്സണലി. ആൾക്കാർ പറയുന്നത് അങ്ങനെ ഉണ്ടതല്ല, പക്ഷേ മേ ബി നമ്മളങ്ങനെ ആയിപ്പോയി എന്ന് പറയാൻ. ഓക്കെ, മാളികപ്പുറം ഓൾസോ അഗൈൻ ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ലൈഫിലുണ്ടാക്കിയ സിനിമയാണ്. അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ടൂ മെനി. പിന്നെ മേപ്പടിയാനിൽ തുടങ്ങിയത് മാളികപ്പുറം വരെ പോയപ്പോൾ കയ്യിൽ നിന്ന് പോയി. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയെന്നല്ല, എനിക്ക് ഐ ലൈക്ക് ടു കീപ്പ് എ ബിറ്റ് ഓഫ് എസ്തെറ്റിക്സ് എല്ലാത്തിലും. ഞാനിപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ ഈ കണ്ണാടി ഇങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ ഇങ്ങനെയാണ് കറക്റ്റ്. അപ്പോൾ കണ്ണാടി വലിയ മാറ്റിയിട്ടൊന്നും വെച്ചില്ല, പക്ഷെ അതിൻ്റെ ഒരു എസ്തെറ്റിക്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എൻ്റെ ലൈഫിൽ നിന്ന്. എൻ്റെ ലൈഫിൽ നിന്ന് പോയി. ബിക്കോസ് യു കം ഔട്ട് ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്. അതിൽ ഒരു ഈ തെറിവിളിയും ഇതൊക്കെ ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്യാറില്ല സത്യത്തിൽ. ഐ ഡോണ്ട് ലൈക്ക് കാഷ്വൽ സ്ലറിങ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരുത്തൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. നമുക്ക് ഈ ദേശങ്ങൾ പോയിട്ട് നമ്മൾ നോക്കുമല്ലോ, ഞാൻ ഒരു എന്ത് പറ്റി എനിക്ക് എന്നൊരു. സോ ബേസിക്കലി ലൈഫിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് വന്ന് നമ്മൾ ഒരുപാട് ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ യു എൻഡ് അപ്പ് ലൂസിങ് യുവർ സെൽഫ് എന്ന് പറയില്ലേ. ഞാൻ അപ്പോൾ തന്നെ എന്നെ പിടിച്ചു. ഇറ്റ് വാസ് ജസ്റ്റ് ടു മച്ച് ഓഫ് ആങ്കർ ഇൻ ടേംസ് ഓഫ് ആൻഡ് ഇറ്റ് വാസ് വെരി ജസ്റ്റിഫൈഡ് ആങ്കർ. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇങ്ങനെ ലൈഫ് ലോങ് നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഒന്നുമില്ലല്ലോ. ഒരു സ്കാറിങ് പോലെ കിടക്കും മാളികപ്പുറം. പക്ഷേ ദ സക്സസ് വാസ് ലൈക്ക് ഫിനോമിനൽ. അതും ആ സിനിമ എങ്ങനെ ഉണ്ടായിന്ന് ഞാനിപ്പോൾ പറയുന്ന പോലും ഇല്ല. സിനിമയിലുള്ള അഗൈൻ 100 കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു പെരിഫറൽ ലെവലിൽ ഇങ്ങനെ കറുപ്പിട്ട് കുട്ടീനെ വിറ്റാൻ പോയി, മതം വിറ്റ് പോയി. ഇത് ലൈക്ക് വെരി ഹാർഷായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു സിനിമാ നടൻ എന്തിന് ഇത്രയൊക്കെ കേൾക്കണം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മാളികപ്പുറം എപ്പോഴും ഒരു ഭയങ്കര ടോപ്പ് നോച്ച് ഹൈ പോയിന്റ് ആണെങ്കിലും ഒരു വേറൊരു വിഷമം കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞു. പക്ഷെ അന്ന് മാളികപ്പുറത്തിന് സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ പൂർണ്ണമായിട്ട് ഇനി സക്സസ് എൻജോയ് ചെയ്യണം തന്നെ വിചാരിച്ചിരിക്കുകയാണ്. സക്സസ് ആവാൻ എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. അത്ര തന്നെ. അടിപൊളി. സൂപ്പർ ഹീറോ ആയിക്കഴിഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഐ വാണ്ട് ഫ്ലൈ, പറക്കണം. സൂപ്പർമാൻ ഫാൻ ആയതുകൊണ്ടാണ്? അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു എനിക്ക് പറ്റാത്ത കാര്യം അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബാക്കിയെല്ലാം പറ്റുന്നുണ്ട്. പറക്കണം. ശരി. ബിഗസ്റ്റ് ഫിയർ എന്താണ് ഉണ്ണിമുഖന്റെ? ഐ ആം ടു ഫിയർലെസ് ദീസ് ഡേയ്സ്. ഫിയർ, പേടിയില്ല. ശരി. ബിഗസ്റ്റ് സ്ട്രെങ്ത്? എൻ്റെ ബിഗസ്റ്റ് സ്ട്രെങ്ത് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഓഡിയൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ്. എന്നെ അവർ കഴിവിട്ടില്ല. ഞാൻ പേടിച്ചത് ഒറ്റ കാര്യത്തിലാണ്. ദാറ്റ് ഈസ് കൈവിട്ടു പോകുമെന്ന് പേടിച്ചായിരുന്നോ? പിന്നെ 10 വർഷം ഞാൻ, ബിക്കോസ് ഇയാൾ എന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നേ. ഞാനിങ്ങനെ ഓർത്ത് പറയുന്നത് അതൊന്നും വിഷയമല്ല, ഈ വീഡിയോ ലീക്കായി കഴിഞ്ഞാൽ നിന്റെ കരിയർ പോവും. ഞാനിങ്ങനെ അടുപ്പിച്ച് പറയാം ഒരു തേങ്ങ സംഭവിക്കില്ലെന്ന്. ബട്ട് ആഫ്റ്റർ 2-3 ഡേയ്സ് എനിക്ക് തോന്നി എന്നെ പോലെ ഒരുത്തനെ ഈ തെറി വിളിച്ച് നടക്കുന്ന ഒരു നായകനെ കേരളത്തിലൊരു അക്സെപ്റ്റ് ചെയ്യുമോ? എന്തിനു വേണം? അപ്പോൾ ഞാൻ വിചാരിച്ചില്ല, ഞാൻ 10 വർഷം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഞാനിത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ വാസ് ഹാവിങ് ദീസ് വെരി വൈൽഡ് കൺവെർസേഷൻ വിത്ത് മൈസെൽഫ്. ഇല്ല, എൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, ഞാനത് ഓക്കെയാണ്, അത് ഇപ്പോൾ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ കൈവിടാതെ അവർ എന്നെ ചേർത്തി വെച്ചതിൽ ഞാൻ ലൈഫ് ലോങ് ഒരു ലോയൽറ്റി എൻ്റെ ഭാഗത്തുനിന്ന് ഈ ഓഡിയൻസ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും. ബിക്കോസ് അതെൻ്റെ ലൈഫിൽ ഏറ്റവും വീക്കസ്റ്റ് ഇൻ ടേംസ് ഓഫ് എൻ്റെ 5 വർഷം ഉണ്ടല്ലോ, ഒരു 5 വർഷം ഭയങ്കര മെൻ്റലി ഞാൻ പുറത്ത് കാണിക്കാത്ത ഒരാളായിരുന്നു. ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് ബിക്കോസ് ഐ എം ടോട്ടലി ഔട്ട് ഓഫ് ഇറ്റ്. എല്ലാം ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുമ്പോഴും എനിക്കറിയാം ഞാൻ അവരിതൊന്നും ചെയ്യാത്തതുകൊണ്ട് ഒരു ദിവസം തീരുമല്ലോ. അന്ന് സംസാരിക്കുന്നു പറഞ്ഞിട്ട് വെൻ ഇറ്റ് ഓൾ ഫിനിഷ്ഡ് എനിക്കൊന്നും പറയണ്ടായില്ല. ഐ വാസ് ടു ടയർഡ് എന്ന് വെച്ചാൽ പുല്ല് പോട്ടെ. ഇപ്പം ഞാനിത് പറയുന്നത് വെച്ചാൽ അന്ന് എന്നെ കൈവിടാതെ എൻ്റെ സിനിമകളും
എന്നെയും സ്വീകരിച്ച കേരളത്തിലെ ഈ സാധാരണ കുടുംബങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ടു പേഴ്സണൽ ഫോർ മീ. അത് ചിലപ്പോൾ മലയാളത്തിലൊരു നടനും ഇങ്ങനെ പറയേണ്ടി ഒന്നുണ്ടാവില്ല, പറയാൻ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. ബട്ട് ദിസ് വാസ് സംതിങ് ദാറ്റ് എനിക്ക് ഒരിക്കലും എൻ്റെ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന്, അതുകൊണ്ട് എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് നല്ലൊരു സിനിമ ചെയ്യണം. നല്ല സിനിമ ചെയ്തിട്ട് ഇവർ എനിക്ക് വേണ്ടി ഇനിയൊരു 1,000-2,000 രൂപ മുടക്കി 2-3 മണിക്കൂർ മുടക്കി വീട്ടിൽ നിന്ന് തിയേറ്ററിലേക്ക് വരുമ്പോൾ ദേ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് എ ഗുഡ് മൂവി ടു വാച്ച്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്രാഫ്റ്റിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സിനിമയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്, പക്ഷെ ഒരു കൈൻഡ് ഓഫ് പേഴ്സണൽ, നിങ്ങളൊരാൾ സഹായിച്ചാൽ നിങ്ങൾ പിന്നെ യു വോണ്ട് ടു ബി ദ ബെസ്റ്റ് വേർഷൻ അല്ലേ, അത് സംഭവിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇതെല്ലാം ഈ ഉണ്ടായതെല്ലാം എന്നെ ഒന്ന് ഉണ്ണി നീ ഹാവ് ടു ബി മോർ ബെറ്റർ, അതിനു വേണ്ടിയൊക്കെ ആയിരിക്കുന്നു ഞാൻ തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. നല്ല സിനിമയാണ് ഞാൻ കൊടുക്കേണ്ടതെന്നുള്ള സെക്കൻഡ് ടൈം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്തതിൽ ചെയ്യുന്നു ഇപ്പോൾ മാർക്കോസ് തന്നെയാണ്. അത് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മസിൽ അലിയന്റെ സ്പിൻ ഓഫ് കിട്ടിയാലും കൊള്ളാവുന്നുണ്ട്. ആണോ? വിക്രമന്റെ, ബിക്കോസ് അതിന്റെ ഒരു ഏരിയ എനിക്കറിയാം. സോ അത് ഭയങ്കര വൈപ്പിന് പോലീസാണ്. പിന്നെ അവന്റെ ക്യാരക്ടർ നേരെ വന്നേരെ പോ ക്യാരക്ടറാണ് വിക്രം. അപ്പം അങ്ങനത്തെ ഒരാൾ ഒരു പോലീസ് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ ഗംഭീരമായിരിക്കും. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ത്രെഡൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് സിനിമ അല്ല, ലാൽചേട്ടൻ ലാൽചേട്ടൻ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സംസാരിച്ചു എനിക്കറിയാം. പക്ഷെ ഞാൻ സ്പിൻ ഓഫ് എനിക്ക് കിട്ടിയോ, നിങ്ങൾ വിക്രമാദിത്യൻ 2 ചെയ്യുമെന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട് കുറേ കാലമായിട്ട്. അതില്ലെങ്കിലും എനിക്ക് ഒരു തീയാകും ഞാൻ. തീയാക്കും സീൻ. ഒരു കഥ കേൾക്കാതെ ഒരു ഡയറക്ടറുടെ സിനിമ ഞാൻ ഉണ്ണിമുകുന്ദൻ ഓക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഡയറക്ടർ ഉണ്ടെങ്കിൽ അതാരാണ്? ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് കഥ കേൾക്കാതെ എന്നല്ല, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ഡയറക്ടേഴ്സ് എന്ന് വെച്ചാൽ എനിക്ക് ലിജോയുടെ ഒരു പടം ചെയ്താൽ കൊള്ളുന്നുണ്ട്. എനിക്ക് ഐ വിൽ ഡു വൺ മോർ വിത്ത് വിഷ്ണു. പിന്നെ എനിക്ക് റോഷൻ ആൻഡ്രൂസ് മൂവി ചെയ്താൽ കൊള്ളുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഞാൻ പറയട്ടെ ഇങ്ങനെ എനിക്ക് കഥ കേൾക്കാത്ത ഒരു സിനിമ ആണെങ്കിൽ അൻവർ റഷീദിൻ്റെ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അൻവർ റഷീദിനെ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ആ ബേസിസിലായിരിക്കുമല്ലോ സംസാരിക്കുന്നത്. ബട്ട് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഞാൻ പിന്നെ ഒരു പടം കണ്ടിട്ട് അങ്ങനെ തോന്നിയതാണോ? എനിക്ക് അൻവർ റഷീദിന്റെ വ്യക്തിനെ ഭയങ്കര ഇഷ്ടമാണ്. സിനിമകൾ എല്ലാം നല്ലതാണ്, എല്ലാം ഹിറ്റ് സിനിമകളാണ് ചെയ്തേക്കുന്നത്. ഇത് വെരി സോഫ്റ്റ് സ്പോക്കൺ, ഭയങ്കര ഒരു പ്രത്യേകതരം വൈബുണ്ട് പുള്ളിക്ക്. പുള്ളിയുടെ സൗഹൃദം നമുക്ക് കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. ഐ ലൈക്ക് ഹിം ആസ് എ പേഴ്സൺ ബേസിക്കലി. ഗ്രേറ്റ്. വിക്കിപീഡിയ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ണിയെ പറ്റി പറയുന്നതിൽ ആക്ടർ, പ്രൊഡ്യൂസർ, ലിറിസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്. ഉണ്ണി കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, സോഷ്യൽ ഇഷ്യൂ റെസ്പോണ്ടർ എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെ വന്ന്? ഞാൻ ഏത് സോഷ്യൽ ഇഷ്യൂലാണ് റെസ്പോണ്ട് ചെയ്തത് എനിക്കറിയില്ല. ഞാൻ കിടക്കുന്നുണ്ട്. വിക്കിപീഡിയ തെറി വിളിച്ചത് സോഷ്യൽ മീഡിയ റെസ്പോണ്ടർ ആയിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ഐ ഫിറ്റ് ദാറ്റ് ബിൽ. പോസിബിളി ഇവിടെ ഉണ്ടായ 1-2 ചില കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. മാറ്റണം എന്ന് പറയോ? ഇത് എഴുതി ആരാണെന്ന് വെച്ചാൽ ചിലപ്പോ ഇട്ടാൽ കിടന്നോട്ടെന്നായിരിക്കോ? ഞാൻ വിക്കിപീഡിയ ഒന്നും ഒരു ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ എനിക്കത് വിഷയമല്ല. ഓക്കെ. അല്ല, ഡു യു ഓൺ ഇറ്റ്? സോഷ്യൽ ഇഷ്യൂ റെസ്പോണ്ടർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് ഐ എം സോഷ്യലി റെലവെന്റ് എന്ന് മാത്രം പറയാം. എനിക്ക് ഞാനിങ്ങനെ എല്ലാത്തിലും കയറി അഭിപ്രായം പറയുന്ന ആളല്ല സത്യത്തിൽ. ഐ തിങ്ക് മൈ സൈലൻസ് ഇസ് മോർ ലൗഡ് ആക്ച്വലി. റിയാക്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യം ഉണ്ടെങ്കിൽ തെറിവിളി പാടിയാമായിരുന്നു. ആണ്, അത് തോന്നിയായിരുന്നു. ചോദിക്കുന്നുണ്ട് പറയണം, അല്ലെങ്കിൽ എനിക്ക് ഐ എം സ്റ്റിൽ റിപ്പീറ്റിംഗ് ഇറ്റ് വാസ് വെരി ഫെയർ. ഓക്കെ. എനിക്ക് ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ അതാണ്. അത് ആ റിയാക്ഷൻ ഒഴിവാക്കാമായിരുന്നു അല്ലേ? അതല്ലേ എല്ലാവരും പറയാം. അതിലും കുറെ പേര് പറയുമ്പോൾ അതിലൊരു ന്യായമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്രേറ്റ്. ഡിഫൈൻ പൊളിറ്റിക്സ്. ഉണ്ണിയുടെ പൊളിറ്റിക്സ്, എൻ്റെ പൊളിറ്റിക്സ്, മൈ പൊളിറ്റിക്സ് ഇസ് വെരി നേഷൻ ഓറിയൻറ്റഡ്, ഭയങ്കര നാഷണലിസ്റ്റ് ഐഡിയോളജിയാണ് എനിക്ക്. ഐ ഫീൽ എനിത്തിങ് ദാറ്റ് ഈസ് ഇൻ അഗെയിൻസ്റ്റ് the nation is against me, and which is in for the nation is I am with it. Political ideology രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ എനിക്ക് ഐ ആം ഇൻ വിത്ത് ദം. അത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഒരു സ്പേസ് ഉണ്ടാവും. ലൈക്ക് ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി വെച്ച് മുന്നോട്ട് പോയാൽ രാജ്യം നന്നാവുന്നു. ചില സമയത്ത് നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡിൽ ചില പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്റ്റാൻഡുമായിട്ട് സിമിലാരിറ്റി തോന്നും. അപ്പോൾ മറ്റുള്ളവർക്ക് തോന്നും ഇത് ഇന്നാവാൻ പാർട്ടിയുടെ ആളാണ്. എൻ്റെ പൊളിറ്റിക്സ് ഭയങ്കര ക്ലീനാണ്. രാജ്യമാണ് ഏറ്റവും പ്രധാനം. ഇവിടെ നിൽക്കുന്ന ആൾക്കാർ
ജനങ്ങളാണ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി. ഓക്കെ, ദേഷ്യം വന്നാൽ ചെയ്യുന്ന കാര്യം? ദേഷ്യം വന്ന് ചെയ്യുന്ന കാര്യം ദേഷ്യം തീർക്കാൻ നോക്കും. എങ്ങനെ? ഡിപ്പെൻസ്. ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഫുഡ് കഴിക്കും, വർക്കൗട്ട് ചെയ്യും, ജിം ചെയ്യും പോയിട്ട് ആണ്. ആ എക്സേർഷൻ ഗുണം ചെയ്യണല്ലോ നമ്മള്. ഭയങ്കരമായിട്ട് വർക്കൗട്ടിൽ അത് ഞാൻ നല്ലോണം വെയിറ്റ് എടുത്ത് അങ്ങ് വെയിറ്റ് അടിച്ച് കളയും. ഉണ്ണിമുകുന്ദന്റെ സൂപ്പർ ഹീറോ ആരാണ്? എൻ്റെ അച്ഛൻ ആണ്. അച്ഛൻ്റെ ലൈഫ് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഞാൻ അച്ഛൻ്റെ ലൈഫ് ക്ലോസ്ലി മോണിറ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൈ ആർ വി ഹിയർ? ഞാനൊരു മലയാളിയായിട്ട് എന്തിനാണ് ഗുജറാത്തിൽ സംസാരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്? വൈ ആർ വി നോട്ട് ഇൻ കേരള? ആൻഡ് എൻ്റെ ബർത്ത് പ്ലേസ് കേരള ആണ്, ഞാൻ പഠിക്കുന്നത് എവിടെയാണ്. സോ ഷീ ടോൾഡ് മീ ഹർ സ്റ്റോറി. അപ്പം അച്ഛനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ അച്ഛനെ ഒരു ടീനേജിൽ അച്ഛനെ ഫോളോ ചെയ്തു. അങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ മനസ്സിലായി ഈസ് എ വെരി സ്ട്രോങ് മാൻ. ശരി, സൂപ്പർ വുമൻ അറിയില്ല, കണ്ടുപിടിക്കണം. ഞാൻ വല്ല മദാമേ കിട്ടും, പ്രശ്നമില്ലാന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലല്ലോ. ശക്തിമാൻ ഫാനാണോ? ഞാൻ എൻ്റെ സ്കൂളിൽ ആദ്യമായിട്ട് ഞാൻ സ്കൂള് ബങ്ക് ചെയ്തെന്ന് പറയണമെങ്കിൽ ഇസ് ഫോർ ദിസ് മാൻ, ശക്തിമാൻ. പിടിക്കപ്പെട്ട് അടിമേടിച്ച്. പക്ഷെ എൻ്റെ അഭിനയത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. എൻ്റെ അമ്മ ആക്ച്വലി എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ TV ഉണ്ട് അതിൻ്റെ അടുത്തൊരു പ്ലാറ്റ്ഫോം പോലെ. അപ്പൊ അവിടെ ഫുഡും സൈക്കിളിൽ കീ ചെയിനൊക്കെ വെച്ചിട്ടാ പോവാ. സ്കൂൾ ടീച്ചറായിരുന്നു അമ്മ. അപ്പൊ എന്റെ ക്ലാസ് 12 മണിക്കുള്ള ഉച്ചയ്ക്ക്. അപ്പൊ ഞാൻ 9 മണിക്ക് പതിയെ കഴിഞ്ഞിട്ട് അവിടെ പണ്ട് ഡിസ്നി ആർ എന്ന് പറഞ്ഞ ZTV ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സോ ഐ വുഡ് വാച്ച് ഇറ്റ് ഫോർ 1 hour ഇങ്ങനെയായിട്ട്. കാർട്ടൂൺ, എനിക്ക് കാർട്ടൂൺ മൂവീസും അനിമേഷൻ ഇന്നും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. അതുകൊണ്ടാണ് ഈ പിന്നെ കളക്ഷൻസ് ഒക്കെ പോയത്. സോ ഐ ഹാവ് ദി എൻറ്റയർ ഓൾ ദ കാർട്ടൂൺസ് ദാറ്റ് ഐ ഹാവ് സീൻ ആസ് എ കിഡ് എൻ്റെ വീട്ടിലുണ്ട്. ഇപ്പോൾ എല്ലാം മേടിച്ചു എനിക്ക്. സോ എനിക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിങ്ങനെ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ പതിയെ ഈ പരിപാടി തുടങ്ങി. അപ്പോൾ ഈ സ്കൂളിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ബാക്കിലാണ് എനിക്ക്. അപ്പോൾ 12 മണിക്ക് ഇത് ഉച്ചയ്ക്ക് വരും അവിടെ. 8 മണിക്ക് ഞാൻ ഇതിന്റെ റിപ്പീറ്റ് വരുന്ന സമയത്ത് ഞാൻ ഉറങ്ങും ചെയ്യും. അതെ. പക്ഷെ ഞാൻ 7:30 ഉറങ്ങി പോകും. അപ്പൊ എനിക്ക് പറ്റില്ല നൈറ്റ്. രാവിലെ ആണെങ്കിൽ സ്കൂൾ ടൈമിലാണ് ഇത് വരുന്നത്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം കീങ് എടുത്തിട്ട് അൽമാരയുടെ താഴെ കെട്ട്. പിന്നെ 11:45 ആയപ്പോൾ അഭിനയം തുടങ്ങി. യൂണിഫോം ഒക്കെ ഇട്ടിട്ട് താഴെ പോകുന്നു. അയ്യോ ആൻറ്റി കീ കാണുന്നില്ല. അപ്പോൾ 11:45 11:50 ആയി. ഇനി ഞാൻ എങ്ങനെ എത്തും? അങ്ങനെ പതിയെ ഈ കൂടെ നിൽക്കുന്ന ആൻറ്റിമാരെല്ലാരും പറഞ്ഞു, എന്നാ പിന്നെ ഇന്ന് പോണ്ട, എന്നാ പിന്നെ ശരി. നേരെ കറക്റ്റ് ശക്തികാരെ കണ്ടുപിടിക്കുന്നത്. ഞാൻ കറക്റ്റ് നോക്കിയപ്പോൾ അമ്മ വന്നപ്പോൾ ഇതെന്താ ഇവിടെ ലോക്ക്ഡ് അല്ല. അപ്പോൾ എന്തൊരു ഞാൻ കീ കാണുന്നില്ല, അമ്മ എവിടെ വെച്ചേ? അപ്പോൾ അമ്മ പറയും ഇവിടെയാണല്ലോ വെച്ചേ. അപ്പോൾ പാവം അമ്മേനെ ഇവിടെയാണല്ലോ വെച്ചേ രാവിലെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അമ്മ ശരി ഓക്കെ. അപ്പോൾ ഞാൻ പറയും ഇന്ന് പഠിക്കട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അടിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ അമ്മ നേരെ മറ്റേ അൽമാരയുടെ താഴെ പോയിട്ട് ഒറ്റ ഇതിങ്ങനെ പിന്നെ ദോശ പറ്റുണ്ടാക്കി. അപ്പൊ ഞാൻ പിന്നെ മറ്റേ കുമ്പസാരാണ്. ഇന്ന് സത്യത്തിൽ മാത്സിന്റെ എക്സാം ആയിരുന്നു, ഞാൻ പ്രിപ്പയർഡ് അല്ല, അതുകൊണ്ടാണ് പോവാതിരുന്നത്. അന്നും ഞാൻ പറഞ്ഞില്ല ഈ ശക്തിമാനാണെന്ന്. ശക്തിമാൻ TV കാണാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശക്തിമാന്റെ സിനിമയ്ക്ക് വേണ്ടി ആക്ടറെ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് ബോളിവുഡില്. അപ്പൊ അവര് ചെയ്യട്ടെ, താല്പര്യമില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വാസ് നൈസ് ടോക്കിംഗ് ടു യു. ടൺ കണക്കിന് ഫൺ.